സ്റ്റൊമക് മൈഗ്രെയിൻ അഥവാ അബ്ഡോമിനൽ മൈഗ്രെയിൻ, മൈഗ്രെയിൻ്റെ അതേ സിംറ്റംസ് വെച്ചിട്ടായിരിക്കും ഈ പറഞ്ഞ വയറുവേദന വരുന്നത്. മെയിനായിട്ട് നോസിയ, വോമിറ്റിംഗ്, കുട്ടികളിലാണെങ്കിൽ ബെല്ലി ബട്ടൺ റീജിയനിൽ പ്രസ് ചെയ്തിട്ടുള്ള കരച്ചില്, മെയിനായിട്ട് ഒരു ഹെഡ് ഏക്ക് മൈഗ്രെയിൻ പോലെ തന്നെ ആയിരിക്കും ഇതിന്റെ സിംറ്റംസ് വരുന്നത്. ഇതിന്റെ മെയിൻ റീസൺസ് എന്താന്ന് വെച്ചാൽ സ്കിപ്ഡ് മീൽസ്, പിന്നെ ആൻസൈറ്റി, സ്ട്രെസ്. ചെറിയ കുട്ടികളിലൊക്കെ പറയുകയാണെങ്കിൽ സ്കൂളിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും സില്ലി കാര്യങ്ങളായിരിക്കാം, ബുള്ളിങ്ങോ ടീച്ചേഴ്സിന്റെ വഴക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷെ അത് കുട്ടികളുടെ മനസ്സിലുണ്ടാവും. അത് റിക്കറന്റ് അറ്റാക്ക് ആയിരിക്കും ഈ പറയുന്ന വയറുവേദനയ്ക്ക് വരുന്നത്. പ്രത്യേകിച്ച് കോസോ കാര്യങ്ങളൊന്നും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല, ഫുഡ് റിലേറ്റഡ് ആയിട്ടോ ഒന്നും. അപ്പോൾ നമ്മളിത് മാനേജ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള മീൽസ്, പ്രോപ്പർ സ്ലീപ്പ്. മെയിനായിട്ട് കുട്ടികളിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ ആൻസൈറ്റി, ഫിയർ, ഇതിങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് ട്രിഗറിങ് ഫാക്ടർ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞത്. അതിന് പ്രോപ്പർ ആയിട്ടുള്ള സൈക്കോളജിക്കൽ കൺസൾട്ടേഷനും കാര്യങ്ങളൊക്കെ കൺസൾട്ട് ചെയ്താൽ തന്നെ ഇത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. യുനാനി ആസ്പെക്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു സഫ്രാവി ഡിസീസ് ആണ്. ഇതിൽ യെല്ലോ ബൈൽ അഥവാ പിത്തം ഇൻക്രീസ് ആവുന്ന ഒരു കണ്ടീഷനാണ് ഇത്. മെയിൻലി നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു പ്രോപ്പർ മൈഗ്രെയിൻ്റെ സിംറ്റംസാ വരുന്നത്. പക്ഷെ അത് തലയിൽ ഉണ്ടാകുന്ന മൈഗ്രെയിനിന്റെ പകരം സ്റ്റൊമക്കിലായിരിക്കും. ഇതിന്റെ റിക്കറൻസ് ഭയങ്കര കൂടുതലായിരിക്കും, റിക്കറന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. നമ്മളതിന്റെ കോസ് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ റിക്കറൻസ് ഉണ്ടാവുന്നതാണ്.